ഒരു പാൻറ്റും കുപ്പായും ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യന് പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങൾ. നിങ്ങളെ കുട്ടികളൊക്കെ നെണീറ്റൊക്കെ പറഞ്ഞു നോക്കിയാണ് എത്ര പാൻറ്റും കുപ്പായിട്ട് നോക്കി. ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ട് എഴുതുന്ന, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന, ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ അറിയോ നിങ്ങൾക്ക്? വ്യഭിചാരിണി എന്നാണ്, വേശ്യ എന്നാണ്. നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യ എന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ആ കുട്ടി പാൻറ്റും കുപ്പായി ഇട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, റസൂൽ വേശ്യ എന്ന് വിളിച്ച പെണ്ണാ പോണത്. പെണ്ണ് പാൻറ് ഇട്ടാൽ അനക്കെന്താടാ നമുക്ക്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കണ്ട ആ ചെറിയ ഒരു മിനിറ്റ് വീഡിയോ ക്ലിപ്പിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ മതം ഇന്ന് ആധുനിക കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ആഗോളതലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി, മതത്തോടുള്ള വിശ്വാസി സമൂഹത്തിനകത്തുള്ള പുതിയ തലമുറയുടെ ആഭിമുഖ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിനോടുള്ള അല്ലെങ്കിൽ മതപരത കുറഞ്ഞു വരുന്നു. മതത്തോടുള്ള ആ ഒരു മതത്തിൻ്റെ സമഗ്രാധിപത്യത്തിന് കീഴൊതുങ്ങാനുള്ള പ്രവണതയിൽ നിന്ന് അവർ അതിനെ മറികടക്കാൻ അവർ ശ്രമിക്കുന്നു. സമ്പൂർണമായിട്ട് മതത്തിൻ്റെ അടിമത്തത്തിന്, സ്ത്രീകളോടുള്ള മതത്തിൻ്റെ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായി കീഴൊതുങ്ങാനോ അതിനോട് പൊരുത്തപ്പെടാനോ കഴിയാത്ത തരത്തിൽ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് പുറത്തു വന്ന വാർത്ത, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജകുമാരി പരസ്യമായി മുത്തലാഖ് ചൊല്ലി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വാർത്ത. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഞാൻ അതിലേക്ക് പോയിട്ടില്ലാത്തത് കൊണ്ടാണ് വന്ന് കണ്ടു. അപ്പം അതൊക്കെ ഒരു പ്രതീകമാണ്. ലോകത്തെമ്പാടും ഈ പ്രവണതയുണ്ട്, ലോകത്തെല്ലായിടത്തും ഈ പ്രശ്നങ്ങളുമുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിലെ മുസ്ലിം മതസമൂഹത്തിനിടയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് ഒരുക്കമല്ല എന്നാണ്. വിവാഹത്തിന് അവർ സന്നദ്ധരല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളോടുള്ള മതപരമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ആ കാഴ്ചപ്പാട് അത് അതേപടി ഇസ്ലാമിൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സമഗ്രാധിപത്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലം, പുരുഷന്മാരുടെ കീഴിൽ അടങ്ങി ഒതുങ്ങി അനുസരിച്ച് കീഴ്പ്പെട്ട് വഴങ്ങി ജീവിക്കേണ്ടി വരുന്ന, സ്വതന്ത്രമായ അവകാശങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്ത, സ്വന്തം ജീവിതത്തിലെ സ്വന്തം ബന്ധങ്ങളിൽ പോലുമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പുറത്തു പോകാൻ, വീട്ടിലേക്ക് പോകാൻ അതിന് പോലും ഭർത്താവിൻ്റെ അനുവാദം കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥ, സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സ്ത്രീകൾ നേരിടുന്ന കടുത്ത വിവേചനം, ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക്, പുരുഷന്റെ കീഴൊതുങ്ങി നിൽക്കുന്ന സ്ത്രീക്ക് ആ കുടുംബത്തോട് പൂർണ്ണമായിട്ട് വിധേയത്വം കാണിക്കണം, എന്നാൽ പുരുഷന് അത്തരം വിധേയത്വം ആവശ്യമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് സ്ത്രീ വിരുദ്ധമായ ഒരു ഗോത്രകാല സംസ്കാരം, മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച കാലത്തെ ഗോത്രകാല സംസ്കാരം എന്ന് പോലും അതിനെ വിളിക്കാൻ പറ്റില്ല. അന്നുണ്ടായിരുന്ന സ്ത്രീ അവകാശങ്ങളെ മുഴുവൻ ചിറകരിഞ്ഞ് മുഹമ്മദ് എന്ന ഒരു വ്യക്തി, മുഹമ്മദിൻ്റെ മാനസികാവസ്ഥ, മുഹമ്മദിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട്, ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിയമമാണ് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാമിലുള്ളത്. അപ്പം അതിൻ്റെ ഒരു തിക്തഫലം നൂറ്റാണ്ടുകളായിട്ട്, തലമുറകളായിട്ട് അനുഭവിച്ച് അതിനുവേണ്ടി സ്വന്തം പെൺമക്കളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ ഇസ്ലാമിൻ്റെ ഈ ഒരു നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങാൻ മനസ്സിലാത്ത അവസ്ഥയിലോ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനമായ കാരണം മുഹമ്മദിൻ്റെ സ്ത്രീകളോടുള്ള സമീപനമായിരുന്നു, സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു. അത് മുഹമ്മദിൻ്റെ ബാല്യ കൗമാര യൗവനങ്ങളിലുണ്ടായ മാനസികാവസ്ഥകളോ, മുഹമ്മദിൻ്റെ വിവാഹശേഷം, ഖദീജ വിവാഹം കഴിച്ചതിന് ശേഷം ആ സ്ത്രീയോട് സമ്പൂർണ്ണമായിട്ട്
പിന്നെ അവരുടെ ഏകദേശം ഇഷ്ടത്തിനൊത്ത് തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ അവർക്ക് മുഹമ്മദിലുണ്ടായിരുന്ന സ്വാധീനമോ നിയന്ത്രണമോ എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല. മദീനയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ മുഹമ്മദിൽ കാണുന്ന വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലൂടെ പുറത്തു വന്ന മുഹമ്മദിൻ്റെ സ്ത്രീകളോടുള്ള സമീപനമുണ്ട്. അത് മുഹമ്മദിൻ്റെ അനുചരന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കലായാലും, മുഹമ്മദിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളായാലും, മുഹമ്മദിന് മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ മുഹമ്മദ് ഇടപെടുന്ന കാര്യങ്ങളായാലും ഒക്കെ എല്ലായിടത്തും സ്ത്രീവിരുദ്ധമായ പുരുഷാധിപത്യ രീതിയിലുള്ള, സ്ത്രീകളെ പുരുഷനേക്കാൾ പദവി കുറഞ്ഞതായിട്ട് പരിഗണിക്കുന്ന, അവരെ ഒരു പൂർണ്ണ വ്യക്തിത്വമുള്ള ആളുകളായിട്ട് അംഗീകരിക്കാത്ത ഒരു സമീപനം, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അപ്പം അതിനോടുള്ള പ്രതിഷേധം, പ്രതികരണം, ഇത് കാലങ്ങളായിട്ട് ഇത് അനുഭവിക്കേണ്ടി വരുന്ന തലമുറ അതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ കാരണമായിക്കൊണ്ട് ഈ പറയുന്ന പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ കണ്ടീഷൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കായിരുന്നു? അത് ഭാര്യമാർക്ക്, ഉമ്മമാർക്ക് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിങ്ങനെ തലമുറ കൈമാറി ഈ ഭയം ഇങ്ങനെ, ഈ അടിമത്ത മനോഭാവം ഇങ്ങനെ മുസ്ലിം സ്ത്രീകളിൽ കാലങ്ങളായിട്ട് ഇവർ കൊണ്ടു നടന്നത്. അതിൻ്റെ ഒരു തെളിവെന്ന് വെച്ചാൽ, നിങ്ങൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുടുംബ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ കുടുംബയോഗങ്ങളിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഏരിയ. ഇതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം, സ്ത്രീകളുടെ അനുസരണക്കേട്, സ്ത്രീകളുടെ അച്ചടക്കമില്ലായ്മ, സ്ത്രീകളുടെ മതമില്ലായ്മ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നരകത്തിൽ കിടക്കുന്ന സ്ത്രീകളെക്കുറിച്ചും, മുഹമ്മദ് നബി ആകാശയാത്ര നടത്തിയപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചും, മുസ്ലിം സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും, കുടുംബം, ദാമ്പത്യം, അതിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും, അവരുടെ റോളിനെക്കുറിച്ചും, അവരുടെ ചുമതലകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുക, കുറേ സെന്റിമെന്റ്സ് അടിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രീതി. അതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഇത് ഇദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല, നരകത്തിലെ നാരിമാർ എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ മലയാളം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് 100-ലധികം വീഡിയോകൾ ഒറ്റ സെർച്ചിൽ വരും. അത് വേറെ വാക്കുകൾ ഇങ്ങനെ മാറ്റി നിങ്ങൾ അടിച്ചാലും. അപ്പം ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകാൻ പോകുന്ന സ്ത്രീകളാണെന്നും, ആ നരകത്തിൽ പോകാൻ പോകുന്നതിൻ്റെ കാരണം സ്ത്രീകൾക്ക് ഈമാൻ കുറവുകൊണ്ടാണെന്നും, ഈ സ്ത്രീകളുടെ ഈമാൻ കുറവിൻ്റെ കാരണം അവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളാണ്, ബുദ്ധിയിലുള്ള പ്രശ്നമാണ്, ആരാധനയുള്ള പ്രശ്നമാണ് എന്നും, അതിനെ മറികടക്കാൻ അവർ ചെയ്യേണ്ടത് സമ്പൂർണ്ണമായിട്ട് മതത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയും പുരുഷന് പൂർണ്ണമായും ഭർത്താവിനോട് അനുസരണാശീലമുള്ളവരായിട്ട് കഴിഞ്ഞുകൂടുക. ഖുർആൻ തന്നെ അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്ത്രീകൾ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും അനുസരണാശീലമുള്ളവരായിരിക്കും. അനുസരണാശീലമാണ് മുസ്ലിം സ്ത്രീക്ക് വേണ്ട ഏറ്റവും ഉത്തമമായ മാതൃക. എന്തിനൊക്കെ അനുസരിക്കണം? മതപരമായ കാര്യങ്ങളിലല്ലാത്ത എല്ലാ കാര്യത്തിലും ഭർത്താവിനെ അനുസരിക്കണം. അതായത് നിസ്കരിക്കണ്ട, നോമ്പ് നോക്കണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കേണ്ട, ബാക്കി എല്ലാ കാര്യത്തിലും. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ സൂചിപ്പിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പറയുന്നതായിട്ട് ഹദീസിലുള്ളത്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പം ദൈവത്തിന് മാത്രം അർപ്പിക്കേണ്ടുന്ന സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്ന ആ ആരാധന, സുജൂദ്, ദൈവമല്ലാത്ത ഒരാൾക്ക് സമർപ്പിക്കാൻ കൽപ്പിക്കുകയായിരുന്നെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് ചെയ്യട്ടെ എന്നാവുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോൻ കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ്. അപ്പം ഭർത്താവിനനുസരിക്കണം, ഭർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കണം, ഭർത്താവിനെ ധിക്കരിക്കാൻ പാടില്ല. അനുസരണക്കേട് കാണിക്കും എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടാൽ അവരെ നിങ്ങൾ തല്ലിക്കോളിയും എന്ന് ഖുർആനിലുണ്ട്. അപ്പം തല്ലിക്കോളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണ്ട, അതിൻ്റെ മുമ്പ് ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്താനും പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഘട്ടം കഴിഞ്ഞിട്ട് മാത്രമേ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി അത് ഞാൻ വിട്ടുപോയി എന്നൊന്നും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരണ്ട. അപ്പം എന്താണ് മുസ്ലിം സ്ത്രീ, അല്ലെങ്കിൽ എന്താണ് ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ, പുരുഷന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി സ്ത്രീയുടെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അതായത് ആദമിന് ഒരു തുണയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആദമിന് സന്തോഷമാവാനും, ആദമിന് സമാധാനം കിട്ടാനും,
ആദത്തിന് തുണയാവാനും വേണ്ടിയാണ് അള്ളാഹു ഹവ്വയെ സൃഷ്ടിച്ചത്. അള്ളാഹ്ക്ക് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ മണ്ണ് മൊത്തവും വെള്ളവും കൂട്ടി കുഴച്ച് ഒറ്റ മനുഷ്യനുണ്ടാക്കി. ആദ്യം ഒറ്റ ആദത്തിനാണ് പഠിച്ചു. എന്നാ മണ്ണ് പകുതിയും പകുതിയാക്കിയിട്ട് ഒരു ആദത്തിനും ഒരു ഹവ്വേനെയും പഠിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ 2 ജോഡി, 2 ആദമും അല്ലെങ്കിൽ 2 ഹവ്വയും പേര് മാറ്റിയിട്ടാൽ മതിയല്ലോ. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ അള്ളാഹ് ആദ്യം ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ സൃഷ്ടിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ആദത്തിനൊരു വിഷാദം, ഒരു അസ്ക്യത, ഒരു ഒറ്റപ്പെടൽ. അപ്പൊ അള്ളാഹ്ക്ക് തോന്നി ഒരു തുണയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ആദത്തിനെ തിരിച്ചു പിടിച്ച് അവിടെ കിടത്തി ഇടത് ഭാഗത്തെ വാരിയല്ലൂരി അതിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചത്. എന്തിനാണ്? ആദത്തിന് വേണ്ടി സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ പുരുഷനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ് സ്ത്രീ. പുരുഷനു വേണ്ടി, പുരുഷന്റെ ആവശ്യപൂർത്തീകരണത്തിന്, പുരുഷന് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവാന്, പുരുഷന് സുഖാസ്വാദനത്തിന്, പുരുഷന് ആനന്ദത്തിനും, പുരുഷന്റെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു 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 പുരുഷനു വേണ്ടിയാണ് സ്ത്രീ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ സ്ത്രീയും പുരുഷനും 2 സ്വതന്ത്ര വ്യക്തികളാണ്. അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് സ്വന്തമായ വ്യക്തിത്വമുണ്ട്, അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട് എന്ന ആശയം ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഇല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന മാറ്റമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നൊന്നും മനസ്സിലാകാതെ, എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് മനസ്സിലാവാതെ വീണ്ടും മൗലവിമാര് ഈ പെൺകുട്ടികൾ ഇതിൽ നിന്ന് വിമുഖത കാണിക്കുമ്പോൾ, ഇതിനോട് വിരക്തി പ്രകടിപ്പിക്കുമ്പോൾ, ഇസ്ലാമിനോട് ആഭിമുഖ്യം കാണിക്കാതിരിക്കുമ്പോൾ, ഇസ്ലാമിക നിയമങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും മൗലവിമാർ വന്നിട്ട് മുഹമ്മദ് പണ്ട് എന്താണോ ചെയ്തത് അത് ചെയ്യണം. സ്ത്രീകളെ ഇത്രമേൽ അവഹേളിച്ച വേറെ ഒരു മത ആചാര്യൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തു പറയാം. ഒരു പ്രവാചകൻ ഉണ്ടാവില്ല സ്ത്രീകളെ ഇത്രമേൽ ആക്ഷേപിച്ച. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് സ്ത്രീകളെ വേശ്യകൾ എന്ന് വിളിച്ച ആളാണ് മുഹമ്മദ് നബി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അതിന്റെ തൊട്ടു പുറകെ വേശ്യ എന്ന് വിളിക്കും. മുഹമ്മദിന്റെ നിയമം അല്ലെങ്കിൽ മുഹമ്മദിന്റെ രീതി, മുഹമ്മദിന്റെ അധ്യാപനം, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേശ്യ എന്ന് വിളിക്കുന്നതായിരുന്നു മുഹമ്മദിന്റെ അധ്യാപനങ്ങൾ. ഇത് വിശ്വാസികൾ കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടാവും മുസ്ലിം സ്ത്രീകൾക്ക്. പക്ഷെ നിങ്ങൾ അത്രമേൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് നബി വാക്കൊന്ന് പഴച്ചാൽ സ്ത്രീകളെ വേശ്യകളോടാണ് ഉപമിച്ചത്. നീചവൃത്തി ചെയ്യുന്ന സ്ത്രീകളായിട്ടാണ്. എന്തിനൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം വിവാഹമോ മറ്റൊരു സ്ത്രീയുടെ വിവാഹമോ നടത്തി കൊടുത്താൽ, നേരിട്ട് ചെയ്താൽ, പുരുഷന്റെ ഒരു ഉത്തരവാദിത്തത്തിലും പുരുഷന്റെ നേതൃത്വത്തിലും അല്ലാതെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഒരു വിവാഹം കഴിച്ചാൽ ആ സ്ത്രീ വേശ്യയാണെന്ന് പറഞ്ഞത്. സ്വന്തം മാതാവ് ഒരു മകളുടെ വിവാഹം മറ്റൊരാൾക്ക് കഴിപ്പിച്ചു കൊടുത്താൽ ആ മാതാവും ഈ മകളും വേശ്യയാണെന്നാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് സ്ത്രീകളെ വേശ്യ എന്ന് വിളിക്കുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധനായ ഒരു നേതാവായിരുന്നു മുഹമ്മദ് നബി, ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് നബി. ഇത് പൂർണ്ണ ബോധ്യത്തോടുകൂടി പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് നീരസം തോന്നിയിട്ട് കാര്യമില്ല. സ്ത്രീകളെ വേശ്യകളോട് ഉപമിക്കുന്ന, നീചവൃത്തി ചെയ്യുന്ന സ്ത്രീകളോട് ഉപമിക്കുന്ന ഒരു 25-30 ഹദീസൊക്കെ ഒറ്റ സെർച്ചിൽ നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി നന്മകളുടെ കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്താൽ അതിന് പുണ്യം കിട്ടുന്നതിൻ്റെ ഫള് വിശദീകരിക്കുന്നിടത്തും സ്ത്രീകളെ ഉപമിക്കും. ഒരു യഹൂദിയായ വേശ്യയായ ഒരു സ്ത്രീ തൻ്റെ തുകൽ പാത്രത്തിലോ ചെരുപ്പിലോ വെള്ളം മരണാസന്നനായി കിടക്കുന്ന ഒരു നായയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അക്കാരണത്താൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതിലും സ്ത്രീ മോശക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും ദൈവത്തിന്റെ പ്രീതി അർഹിക്കാത്തവളാണ് എന്ന് കാണിക്കാൻ വേണ്ടി സ്ത്രീയെ ഉപമിക്കുന്നത് വേശ്യയോടാണ്. അതുകൊണ്ട് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധനായ ഒരു മത നേതാവാണ്, ഒരു മതസ്ഥാപകനാണ്, ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിലൂടെ പുറത്തു വന്ന ഇസ്ലാമിക നിയമം സമ്പൂർണമായും സ്ത്രീ വിരുദ്ധമാണ്.
എവിടെയും നിങ്ങൾക്ക് സ്ത്രീകളുടെ സ്വന്തമായ നിലനിൽപ്പോ അവരുടെ ഒരു അവരുടെ ഇന്റഗ്രിറ്റിയോ അംഗീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുൻപ് എനിക്ക് ഒരു വീഡിയോ കിട്ടി. ആ വീഡിയോ ഞാൻ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത തരം പദപ്രയോഗങ്ങളാണ്. വസ്ത്രധാരണത്തിന്റെ പേരിൽ പെൺകുട്ടികളെക്കുറിച്ച്, സ്വന്തം പെൺകുട്ടികളെക്കുറിച്ച്, മുസ്ലിം പെൺകുട്ടികളെക്കുറിച്ച് ഇസ്ലാമിക കുടുംബങ്ങൾ യോഗം ചേരുന്നിടത്ത് കുടുംബ സംഗമങ്ങളിൽ മതപണ്ഡിതർ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ, മത ഡോക്ടർമാർ വന്നിട്ട് സ്വന്തം മുന്നിലിരിക്കുന്ന ഉമ്മമാരുടെ പെൺകുട്ടികളെ വേശ്യകളെന്ന് പച്ചക്ക് വിളിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ മുഹമ്മദ് നബി അന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങളെ കുട്ടികളൊക്കെ വേശ്യ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. അത് കേട്ട് മിണ്ടാതിരിക്കേണ്ടി വരുന്ന സ്ത്രീജനങ്ങൾ. എന്ന് മാത്രമല്ല, എന്നെ ഞെട്ടിക്കുന്നത് ഇദ്ദേഹം ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ പെണ്ണ് പാൻറ്റിട്ടാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ. അദ്ദേഹത്തിൻ്റെതായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോയുടെ ടൈറ്റിലാണ് ഞാൻ പറഞ്ഞത്, പെണ്ണ് പാൻറ്റിട്ടാൽ എന്നാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം ഭാര്യമാരും മക്കളെയും കുറിച്ച് ഇത് പറയാൻ വേണ്ടി പൈസയും വണ്ടിക്കൂലിയും കോഴി ബിരിയാണിയും കൊടുത്ത് ഈ ചങ്ങാതിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയ വാപ്പമാരും ഭർത്താക്കന്മാരും ആങ്ങളമാരും. അതിനേക്കാളൊക്കെ എന്നെ ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ചെയ്ത പുരുഷുക്കൾ, മുസ്ലിം പുരുഷുക്കൾ, ഉസ്താദിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അതായത് നിങ്ങളെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ പെൺകുട്ടികളൊക്കെ കുറിച്ച് മുഹമ്മദ് നബി പണ്ട് വേശ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അതിൽ നിർവൃതി പൂണ്ടിട്ട് അതില് ഇവർക്ക് കോൾമയിര് വന്നിട്ട് ഈ ഉസ്താദിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ താഴെ പോയിട്ട് ഇന്നത്തെ കാലത്ത് ആരും പറയാൻ മടിക്കുന്ന സത്യങ്ങൾ ഇത്രയും ധൈര്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ഉസ്താദെ നിങ്ങളാണ് പുലിക്കുട്ടി എന്നാണ്. ആലോചിച്ച് നോക്കണം, മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന അപമാനത്തിന്റെ ആഴം. ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിനകത്ത് മുഹമ്മദ് എന്ന് പറയുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധനായ ഒരു മത നേതാവിന്റെ മതത്തിൽ, നിയമത്തിൽ ആ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രബിന്ദുവായിട്ട് മുന്നോട്ട് പോകുന്ന മതത്തിൽ മറ്റെല്ലാവരെക്കാളും ആ വ്യക്തിയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയും ആ മുഹമ്മദിന്റെ സ്ത്രീവിരുദ്ധ മാതൃകകൾ പിൻപറ്റുന്ന മുസ്ലിം പുരുഷന്മാരുടെ കീഴിൽ വീടുകളിൽ, വീടകങ്ങളിൽ ആ മുഹമ്മദ് ഉണ്ടാക്കി വെച്ച ഇസ്ലാമിക മത നിയമങ്ങൾ, ഒരു വളർത്തു മൃഗത്തിന് സമാനമായ മാത്രം അവകാശങ്ങൾ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, മനുഷ്യൻ ആണ് എന്നതിൻ്റെ പേരിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത മുസ്ലിം സ്ത്രീ, അവരുടെ ജീവിതം. എന്നിട്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി സ്വന്തം നിലക്ക് സമാധാനത്തോടെയും സ്വസ്ഥമായും സ്വന്തം കാലിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി വിദ്യാസമ്പന്നരായ ആധുനിക കാലത്തെ മുസ്ലിം പെൺകുട്ടികൾ തയ്യാറെടുത്ത് പുറത്തു വരുമ്പോൾ അവരെ സ്റ്റേജ് കെട്ടി മുഹമ്മദ് പണ്ട് വിളിച്ച വേശ്യാപ്രയോഗം നടത്തുന്ന അധമന്മാർ, നെറികെട്ടവന്മാർ, അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവർക്ക് തിന്നാനുള്ള വലിയ കോഴി ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് AC കാറിൽ 10,000 കൊടുത്തിട്ട് ഈ പെൺകുട്ടികളെ, ഉമ്മമാരെയും പെൺകുട്ടികളെയും സ്റ്റേജിലും ഇരുത്തിയിട്ട് അവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും, പണ്ട് മുഹമ്മദ് ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് തെറി വിളിച്ചിട്ടുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കാനും പണം കൊടുക്കുന്ന രക്ഷിതാക്കൾ, ഭർത്താക്കന്മാര്, പിതാക്കന്മാര്. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ നിർത്തണം. ഇനി നിങ്ങളത് കേൾക്ക്, നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കും. എങ്ങനെയാണ് ഈ മതത്തിനകത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് നിൽക്കാൻ പറ്റുക? നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി മുസ്ലിം സമൂഹത്തിനകത്തുനിന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീ വിരുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളുടെയും ആ ഇസ്ലാമിക നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന മത പുരോഹിത, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, പണ്ട് എന്താണ്, ഉലമ ഉമറ കൂട്ടായ്മകളുടെയും അവരുടെ പ്രയത്നങ്ങളുടെയും ഇരകളാക്കപ്പെടുന്ന വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ അന്തസ്സിനും വേണ്ടി നടത്തുന്ന സമരമാണ് കല്യാണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ മാറ്റം അതിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല.
ഞങ്ങൾ ഞങ്ങളെ പെൺകുട്ടികളോട് എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ മക്കളോട് എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരും. ഞാൻ കൂടുതൽ ഇനിയും പറയുന്നില്ല, പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ചുരുക്കുകയാണ്. നമുക്കിതൊന്ന് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകളാണ്. പക്ഷേ ഇവരൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇത് 5-6 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്ന് ഓർക്കണം. ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന കുടുംബയോഗങ്ങളിൽ കൗൺസിലിംഗ് നടത്തുന്ന ആളാണെന്ന് ആലോചിക്കണം. മുസ്ലിം ദമ്പതിമാർക്കിടയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടറാണ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹം എന്താ പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് കേട്ടു വരാം. ഒരു പാന്റും കുപ്പായും ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യന് പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങള്. നിങ്ങളെ കുട്ടികളൊക്കെ നെണീറ്റൊക്കെ പറഞ്ഞു നോക്കിയാണ് എത്ര പാന്റും കുപ്പായി ഇട്ട് നോക്കി. ഇവൻ എന്ത് കാര്യം, അങ്ങനെ തന്നെ പറയാം. ഒരിത്തിരി ബഹുമാനക്കുറവുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പർദ്ദയെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ പർദ്ദ ഒരു നിർബന്ധ വസ്ത്രമല്ല എന്നും പർദ്ദ തന്നെ ധരിക്കണമെന്നില്ല എന്നും ഇസ്ലാമിക നിയമം അനുസരിച്ച് ശരീരം മുൻകൈയും മുഖവും ഒഴികെയുള്ള ബാക്കി ശരീരഭാഗങ്ങൾ മര്യാദക്ക് മറച്ചാൽ മതി എന്നും ന്യായം പറയുന്നവർ പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുന്നു എന്നാണ് ഈ ചങ്ങായിന്റെ പ്രശ്നം. എന്നിട്ട് മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോട് പറയുന്ന പെൺകുട്ടികളൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തി നോക്കിയാണ്. എന്തിനാ പറയണ അറിയോ? പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റിച്ച് നിർത്തിയാല് ആൺകുട്ടിന്റെ മുടി വെട്ടിക്കാനും ഉമ്മ കഷ്ടപ്പെടുകയാണ്, പെൺകുട്ടിന്റെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ് അല്ലേ. ഇനിയോ ബാക്കെന്ന് നോക്കിയാല്, കോളേജിലൊക്കെ പോയിട്ട് ബാക്കെന്ന് നോക്കിയാല് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഒരേ കുപ്പായ. ബാക്കിൽ നിന്ന് നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇയാൾക്ക് എന്തിനാണ് സ്കൂളിൽ പോണ കുട്ടികളുടെ ബാക്കിൽ നോക്കാൻ നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും നോക്കുന്നത്? കുട്ടികൾ സ്കൂളിൽ പോണവരല്ലേ, അവർ സ്കൂളിൽ പോട്ടെ. കോളേജിൽ പോകുന്നവരല്ലേ, അവർ കോളേജിൽ പോട്ടെ. ഡോക്ടർക്ക് എന്താ റോഡ് സൈഡിൽ കാര്യം? കുട്ടികളെ ബാക്കിൽ നിന്ന് കണ്ട ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയുന്നില്ല എന്ന്. അല്ല, ഇയാളെ പോലെയുള്ള ആളുകൾക്ക് അതിലെന്ത് കാര്യം? ഓരോ കുട്ടികൾ അവരവർക്ക് ഇഷ്ടമുള്ള അവരവർക്ക് പറ്റുന്ന വസ്ത്രങ്ങളിൽ ധരിക്കുക. അത് അവർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആരോടാ? അവരുടെ വീട്ടിലുള്ള ഉമ്മാനോടോ വാപ്പാനോടോ. അവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ തൃപ്തിയും ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ. ചെറിയ കുട്ടികളെ കുറിച്ചാ പറയണേ. അവരിട്ടിട്ട് പോകുന്ന ഡ്രസ്സിന്റെ പുറകിൽ പോയി നിന്നിട്ട് ആണാണോ പെണ്ണാണോ തിരിയുന്നില്ല എന്ന് സ്റ്റേജ് കെട്ടി വിളിച്ചു പറയാൻ ഇയാൾക്ക് ഉസറും പുളിയില്ലേ? നിങ്ങൾ എന്തിന്റെ ഡോക്ടറാണ്? കുടുംബം പരിപാടിയിൽ, കുടുംബയോഗത്തിൽ ഇസ്ലാമിക കുടുംബജീവിതത്തിന്റെ മഹത്വം വിശദീകരിക്കാൻ ക്ലാസ് എടുക്കാൻ വന്ന ആളാണ്. ആലോചിക്കണം. ആൺകുട്ടികൾ ഇപ്പൊ ബ്ലൗസ് ആണല്ലോ ഇടുന്നത്, നിങ്ങൾ കണ്ടില്ലേ? ഒരു ബ്ലൗസ്, എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാന്റെ ഒരു ജീൻസ് വീതിയുള്ള. പെൺകുട്ടികളോ? ആരാണ് നിങ്ങൾക്ക് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാന്റും പയ്യെന്ന്? ആരാ പഠിപ്പിച്ചേ? ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഡാക്കിട്ടർ ഇട്ടിട്ടുള്ള ആ കോളർ വെച്ച ഷർട്ടും ആ കാലസറായും അത് ആണിന്റെ ഡ്രസ്സാണ് നിങ്ങളോട് ആരാ പഠിപ്പിച്ചേ? ആരാ പഠിപ്പിച്ച മൂല്യരെ? ആരാ പഠിപ്പിച്ച ഡോക്ടറെ? മുഹമ്മദ് നബി പഠിപ്പിച്ചോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഒരു കാലസറായും കയറ്റി അതിന്റെ നടുക്കൊരു ബെൽറ്റും കെട്ടി അതിന്റെ മുകളിൽ കോളർ വെച്ച് തുന്നിക്കൂട്ടിയ ഒരു ഷർട്ട് ഇട്ടിട്ട് നിൽക്കണം എന്ന്, ഇത് ആണിന്റെ ഡ്രസ്സാണ് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ലേ? മുഹമ്മദ് നബിന്റെ കാലത്ത് ആണിനും പെണ്ണിനൊക്കെ ഏതാണ്ട് ഒരേ ഡ്രസ്സല്ലേ? ഇപ്പോഴും അറബ് നാട്ടിൽ പോയാൽ ഏതാണ്ട് ഒരേ ഡ്രസ്സല്ലേ? കളർ മാത്രമല്ലേ മാറ്റുള്ളൂ. പെൺകുട്ടികൾ പാൻറ് ഇടണതാണ് ഇപ്പോൾ വലിയ പ്രശ്നം. ഷർട്ടും പിന്നെ എന്ത് ഇടണം എന്നാ? പർദ്ദ ഇടണം. കുട്ടികൾ തയ്യാറല്ല.
ഒരു തലമുടി നാരിഴ പുറത്ത് കണ്ടാൽ സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കൂല എന്ന് പഠിപ്പിച്ചും പേടിപ്പിച്ചും വയല് പറഞ്ഞിരുന്ന മൂല്യന്മാര്, അത് കേട്ട് തഴമ്പിച്ച ഉമ്മമാര് വളർത്തിയ പെൺകുട്ടികള്, അവർക്ക് തട്ടവും വേണ്ട, അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കുന്നു. അതിന് ഇവർക്ക് എന്താ ഛേദം? അത് അവരല്ലേ തീരുമാനിക്കുന്നത്. മറ്റൊരാളുടെ വസ്ത്രധാരണം, മറ്റൊരാളുടെ മകളുടെ വസ്ത്രധാരണം നോക്കിയിട്ട് റോഡ് സൈഡിൽ നിൽക്കാൻ ഈ ഡോക്ടർക്ക് എന്തിന്റെ കേടാണ്? ഇത് നോക്കാൻ ആരാണ് ഇങ്ങനെ ഏർപ്പാടാക്കിയത്? ആലോചിക്കണം. ഇദ്ദേഹത്തെ പണവും പാരിതോഷികവും കൊടുത്ത് ബഹുമാനിച്ച് ആനയിച്ച് ഈ കുടുംബ സംഗമത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ്. എന്തിനാ അതിഥിനെ ക്ഷണിച്ചു വരുത്തണേ? സ്വന്തം മാന്യ പങ്കന്മാര് സ്റ്റേജിന്റെ മുന്നിലിരുത്തി ഇതുപോലത്തെ തെറി പറയിപ്പിക്കാൻ. എന്നിട്ട് അതിന് തക്ബീർ വിളിക്കാൻ പുറത്ത് യൂട്യൂബിൽ ദീനിയായ ആങ്ങളമാരും ബാപ്പാരും. ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ടെഴുതുന്ന, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന, ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ അറിയോ നിങ്ങൾക്ക്? വ്യഭിചാരിണി എന്നാണ്, വേശ്യ എന്നാണ്. മുഹമ്മദ് തന്നെ വിളിക്കും വേണം. 12.5 ഊക്കിയ വെള്ളി ഇടത്തെ പോക്കറ്റിലും വലത്തെ പോക്കറ്റിലും ഓരോ സെറ്റ് വെച്ചിട്ട് തോട്ടങ്ങളായ തോട്ടങ്ങളും കൂടാരങ്ങളായ കൂടാരങ്ങളിലും രാത്രി സന്ദർശനത്തിന് പോവുകയും ഇടവും വലവും തേപ്പ് കിട്ടുകയും ചെയ്തിരുന്ന ഒരു മാന്യദേഹം തന്നെ വിളിക്കണം. റോട്ടിൽ അണിഞ്ഞൊരുങ്ങി പോകുന്ന, കാണുമ്പോൾ പുരുഷൻ ആകർഷണം തോന്നുന്ന തരത്തിൽ വസ്ത്രം ധരിച്ചു പോകുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണ്. പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് റോട്ടിലേക്ക് നോക്കുമ്പോൾ റോട്ടിൽ കാണുന്ന പെണ്ണുങ്ങളൊക്കെ വേശ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ തലച്ചോറ് ശരിയല്ലാത്തോണ്ടല്ലേ? നിങ്ങളെ സ്വഭാവം ഞരമ്പ് ശരിയല്ലാത്തോണ്ടല്ലേ? അത് മുഹമ്മദിന് തോന്നിയാലും നിങ്ങൾക്ക് തോന്നിയാലും ഡോക്ടർക്ക് തോന്നിയാലും മോലിയാർക്ക് തോന്നിയാലും ഒക്കെ കണക്കല്ലേ? അതോ മുഹമ്മദിന് തേപ്പ് കിട്ടിയതിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അസ്വസ്ഥത കൊണ്ട് അദ്ദേഹം പിന്നെ എല്ലാവരെയും ചീത്ത വിളിച്ചാണോ? ഇനി ആ നൂറ്റാണ്ടില് അന്ന് മുഹമ്മദ് നബി അങ്ങനെ ഒരു വിടുവായത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ 2024 സ്റ്റേജും കയറി നിന്നിട്ട് ഡോക്ടറാണ് എന്നും പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരാള് ഇതുപോലത്തെ പദപ്രയോഗങ്ങൾ മുന്നിലിരിക്കുന്ന സ്ത്രീകളെ നോക്കി പറയാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ വന്ന് സ്വന്തം മുന്നിൽ നിന്നിട്ട് നിങ്ങളെ കുട്ടികൾ നടക്കണ പോലെയൊക്കെ പണ്ട് നബി വേശ്യാന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് അവിടുന്ന് ബിരിയാണിയും തിന്നിട്ട് സുലൈമാനിയും കുടിച്ചിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ മുസ്ലിം സ്ത്രീകളെ, പുരുഷന്മാരെ, നിങ്ങളെ വിധി എന്നല്ലാണ്ട് എന്താ പറയാ? പണ്ട് കോഴിക്കോട്, ഇപ്പൊ അടുത്തൊരു കാലത്ത് കോഴിക്കോട് ഒരു ബിസിനസ് മോട്ടിവേഷന് പോയിട്ട് ഒരു ചങ്ങാതി അവിടുന്ന് ഇറങ്ങിപ്പോന്നത് കണ്ടില്ലേ? തെണ്ടികളെ എന്ന് വിളിച്ചു ബിസിനസ്സുകാരെ. അപ്പൊ അത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ അതിനോട് പ്രതികരിച്ചു. ആൾ അവിടുന്ന് പരിപാടി അവസാനിപ്പിച്ച് പോരേണ്ടി വന്നു. ആളുകളൊക്കെ ഏറ്റെടുത്തു. വിളിച്ചു വരുത്തിയ ആളുകൾ, പണം കൊടുത്ത് കൊണ്ടുവന്ന ആളുകൾ, അവര് ആതിഥേയരെ തെറി വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമെന്നായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കൂ, സ്വന്തം കുടുംബത്തിലുള്ള ഉമ്മയും പെങ്ങളും ഭാര്യയും മക്കളും പേരക്കുട്ടികളൊക്കെ ഇരിക്കുന്നിടത്ത് മുത്തനബി ഇങ്ങളെയൊക്കെ പണ്ട് വേശ്യാന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടുകേടുമില്ലാതെ ആ ഡോക്ടർ നടന്നു പോയി എന്ന് പറഞ്ഞാൽ ഇതാണ് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ. അത്ര പറഞ്ഞാൽ മതി ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നതിന് ഈ ചങ്ങാതി പറഞ്ഞത് തന്നെ മതി തെളിവ്. ഇനി അദ്ദേഹം അതിന്റെ വിശദീകരണം പറഞ്ഞുകൂടി കേട്ടോളെ. നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യാന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ആ കുട്ടി പാന്റും കുപ്പായി ഇട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, റസൂൽ വേശ്യാന്ന് വിളിച്ച പെണ്ണാ പോണത്. സഹിക്കും. പെങ്ങളെ പോലെ മുഖത്ത് നോക്കിയിട്ടല്ലേ പോലെ മക്കളെ വേശ്യാന്ന് വിളിച്ചത്. മുഹമ്മദ് നബി വിളിച്ചു എന്നാണ് നിങ്ങളെ പദം. മുഹമ്മദ് നബി വിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എന്താ? നോക്കൂ, ഇതിനോട് പ്രതികരിക്കാൻ കഴിയാതെ ഇത് കേട്ട് അപമാനഭാരത്താൽ തല താഴ്ത്തിയിരിക്കേണ്ടി വരുന്ന സ്ത്രീയുടെ പേരാണ് മുസ്ലിം സ്ത്രീ.
വേറെ ഏതെങ്കിലും ഒരു വേദിയിൽ കയറി നിന്നിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താൽ അതിൻ്റെ അർത്ഥം വേശ്യ എന്നാണ്, ഇത് പണ്ട് ഞങ്ങളെ മൊലിയാർ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവോ? വേറെ എവിടെന്നെങ്കിലും പോവോ? സമൂഹം വെറുതെ വിടുവോ? പക്ഷെ ഇവർ പ്രതികരിക്കില്ല. കാരണം എന്താ? മുത്തറസൂല് വിളിച്ചുകൊണ്ടുവന്നാ. മുത്തറസൂല് വിളിച്ചുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. മുത്തറസൂൽ എന്താണോ വിളിച്ചത് അതാണ് ശരി. ആലോചിക്കാം. പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ കുളിപ്പ് വേണ്ടേ? അത് ഇടിച്ച് കുട്ടികളെ പുറത്ത് കിടക്കണം. ഉമ്മ കുളിപ്പ് വേണ്ടേ? ഉമ്മ കുറെ മക്കനി പറഞ്ഞിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത്? പോരാ, ഈ മക്കളെയും കൂടി ആ പർദ്ദന്റെ ഉള്ളിൽ കുത്തി നിറച്ചാലേ സ്വർഗം കിട്ടുള്ളൂ. ഉളുപ്പുണ്ടോ ചങ്ങായിമാരെങ്ങൾക്ക്? ഉണ്ടോ? നൂറ്റാണ്ടുകൾ എത്രയായി നിങ്ങൾ ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചെറിയ പ്രായം തൊട്ട് ഈ മതം തലയിൽ കുത്തിവെക്കാൻ തുടങ്ങിയിട്ട്? 3 വയസ്സും 4 വയസ്സുള്ള പെൺകുട്ടികളെ, പിഞ്ചു കുട്ടികള്, അവർക്ക് ഏറ്റിയ പൊങ്ങാത്ത പർദ്ദയും മഫ്തയും ഇട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടക്കണ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടീഷൻ ചെയ്യുകയാണ്. അങ്ങനെ കണ്ടീഷനിങ്ങിന് വിധേയരായ പെൺകുട്ടികൾ ഇവിടുത്തെ നാട്ടിലെ അവസ്ഥ കൊണ്ട്, ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥ കൊണ്ട് 4 അക്ഷരം പഠിച്ച് സ്വന്തത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി, കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പക്വതയെത്തുന്ന പ്രായത്ത് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ തയ്യാറാവുന്നു. നിങ്ങൾ 3 വയസ്സ് മുതൽ കണ്ടീഷൻ ചെയ്തിട്ടും മതം പഠിപ്പിച്ചിട്ടും നരകം പറഞ്ഞ് പേടിപ്പിച്ചിട്ടും തീയിന്റെ മക്കനെ ഇടേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടും പെൺകുട്ടികൾ തട്ടം തലയിൽ നിന്ന് അഴിച്ചു മാറ്റുന്നു എങ്കിൽ നിങ്ങളുടെ മതം ഈ പുതിയ തലമുറയ്ക്ക് ഇത്രയേ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് പഴകി പുളിച്ച ഒരു ഗോത്ര നിയമമാണ്. അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനിലൂടെ ജീവിച്ചു പോയ ഒരു 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 നേതാവിൻ്റെ മനോവിഭ്രാന്തികൾ മാത്രമാണ് നിയമങ്ങളായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് സ്വന്തം അണികളെ നിങ്ങൾ അങ്ങനെ ചെയ്തങ്ങൾ വേശ്യകളാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തങ്ങൾ വേശ്യകളാണ്, സ്പ്രേ അടിച്ച് പുറത്തു പോകുന്നവർ വേശ്യകളാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട്, സുഗന്ധദ്രവ്യങ്ങൾ അടിച്ച് പുറത്തിറങ്ങി പോകുന്നവർ വേശ്യകളാണ്. ആലോചിക്കണം. അക്രമം കാണുന്നവരൊക്കെ വേശ്യകളാണെന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതൊരു രോഗമാണ്. അത് അന്ന് മുഹമ്മദിന് തോന്നിയാലും ഇന്ന് ഇതിവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഈ ഡോക്ടർക്കും ചികിത്സ വേണ്ട മാനസിക രോഗമാണ്. മരിച്ചാൽ എല്ലാം തീരും. മരിച്ചാൽ പിന്നെ എന്താ ഉണ്ടാകുക? ഒക്കെ തീരും. ഇല്ലാമിൻ സലാസ, റസൂല് 3 എണ്ണം ഒഴികെ എന്ന് പറഞ്ഞ് എണ്ണി. എന്താ എണ്ണിയെന്നറിയോ? ആ സ്വതക്കത്തുൽ ജാരിയ. ചേന്നമംഗലൂരിൽ വന്നിട്ട് ഞാൻ അതിന് അർത്ഥം പറയില്ല. ആ സ്വതക്കത്തുൽ ജാരിയ. രണ്ടാമത് എന്താ പറഞ്ഞത്? വൈൽമുൻ യുൻതഫിഉ ബിഹി. മൂന്നാമത് എന്താ പറഞ്ഞറിയോ നിങ്ങൾക്ക്? വലതുൻ സ്വാലിഹുൻ യദഉ ലഹു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. ആര്? ഈ പാന്റ് കുപ്പായിട്ട് നടക്കുന്ന പെൺകുട്ടിയോ? എന്താ പാന്റ് കുപ്പായിട്ട് നടക്കുന്ന പെൺകുട്ടി പ്രാർത്ഥിച്ച അള്ളാഹ്ക്ക് സ്വീകരിക്കൂലേ? അള്ളാഹിന്റെ ചെവിക്ക് കേറൂലേ? അതോ അള്ളാഹ് ഉത്തരം കൊടുക്കൂലേ? ഇച്ചങ്ങായിന്റെ പ്രശ്നം പാന്റും കുപ്പായം ലിപ്സ്റ്റിക്കുമാണ്. പാന്റും കുപ്പായം ലിപ്സ്റ്റിക്കും. ഇതന്നെയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിന്റെ കേട്. മുജാഹിദ് ബാലുശ്ശേരി പിന്നെ എങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികളെയും വരുന്ന കുട്ടികളെയും ഞാൻ നോക്കിക്കുന്നത്? ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൾക്ക് ഡ്രസ്സ് ഉണ്ട്, കുറച്ചാണ് പോയാൽ ഓൾക്ക് പർദ്ദല്ല, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്. ഈ ചെങ്ങായിമാർക്ക് ഇതന്നെ പണിയും. എന്നിട്ട് ഇത് സ്റ്റേജ് കെട്ടി വിളിച്ചു പറയാം. നാട്ടുകാർ കേൾക്കുന്നൊരു ബോധെങ്കിലും വേണ്ട ചങ്ങായിമാരെ. ഉളുപ്പുണ്ടോ? സ്വന്തം സമുദായത്തിൽപ്പെട്ട, സ്വന്തം കൂട്ടത്തിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട പെങ്ങന്മാരെയും ഇമ്മാനെയും വേശ്യ എന്ന് വിളിച്ച് നടക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പ്രവാചകൻ പണ്ട് അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഊറ്റം കൊണ്ട് അത് ആവർത്തിച്ച് നടക്കുക. അത് സ്റ്റേജിൽ കയറി മൈക്ക് കെട്ടി വിളിച്ചു പറയാം. പ്രതികരിക്കാൻ ശേഷിയില്ലാതെ അപമാനമാരത്താൽ തല കുനിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ മുഖത്ത് നോക്കി നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പണ്ട് മുത്തുനബി വേശ്യെന്ന് വിളിച്ചിക്കണോ, വേശ്യെന്ന് വിളിച്ച പെൺകുട്ടിയാണ് നിങ്ങളതാ പോണത് എന്ന് പറയാം, ഒരു ഉളുപ്പുമില്ലാതെ. എന്നിട്ട് ഓര് വെച്ചുണ്ടാക്കിയ ബിരിയാണി മൂക്കുമുട്ട തിന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോരും ചെയ്യാം. പ്രതികരിക്കാൻ ആരാ ഉള്ളത് നിങ്ങൾക്ക്? നിങ്ങളെ ഭർത്താവും നിങ്ങളുടെ പിതാവും നിങ്ങൾ ആങ്ങളെയും പ്രതികരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണ്ട. കാരണം ഈ ചങ്ങാതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ താഴെ പോയിട്ട്
അത്തരം ആങ്ങളമാരും ബാപ്പമാരും എഴുതി വെച്ച കമന്റ് ഓരോ മുസ്ലിം പെൺകുട്ടിയും വായിക്കണം. ഓരോ മുസ്ലിം പെൺകുട്ടിയും ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് വായിക്കണം. അതിന്റെ താഴെ ഓരോ പിതാവും ആങ്ങളമാരും എഴുതി വെച്ച കമന്റ് വായിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടകത്തും ഇസ്ലാം എന്ന് പറയുന്ന സുരക്ഷിതമായ മതത്തിനകത്തും നിങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും എത്രമേൽ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കുക, ഉമ്മമാര് മനസ്സിലാക്കുക. നിങ്ങളെ സ്വന്തം മക്കളെയാണ് ഈ ചങ്ങാതി അവിടെ നിന്ന് വേശ്യ എന്ന് വിളിച്ചിറങ്ങിപ്പോയത്. അത് മുത്തുനബി വിളിച്ചു എന്ന ജാമ്യം എടുത്തിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുള്ള ബാസിലും കൂട്ടരും പുട്ടിയടിച്ച് അവതരിപ്പിക്കുന്ന ഇസ്ലാം അല്ല ഇസ്ലാം. ഇതുപോലെയുള്ള ആളുകൾ ആവേശം കയറി വിളിച്ചു പറയുന്നതിലൂടെ പുറത്തു വരുന്നതാണ് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട്. നമ്മൾ പറഞ്ഞ നമ്മൾ പ്രശ്നക്കാരനാവും. ഒരു വിശ്വാസിയും പ്രതികരിക്കാൻ പോകുന്നില്ല. ഒരു മൊലിയാരും ഇത് തെറ്റായി ചങ്ങാതി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നില്ല. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന വർത്തമാനമാണത്, സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് എന്ന് പറഞ്ഞ ആരും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാനും പോകുന്നില്ല. ഒരു മുസ്ലിം പെൺകുട്ടിയും ഞങ്ങളെ ആക്ഷേപിച്ചു എന്നോ ഞങ്ങളെ അപമാനിച്ചു എന്നോ പറഞ്ഞിട്ട് പരാതി കൊടുക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കതിന് വകുപ്പില്ല. കാരണം നിങ്ങളുടെ മതനേതാവ് പഠിപ്പിച്ച ഒരു കാര്യം ആവർത്തിക്കുകയാണ് ഈ ചങ്ങാതി ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്കത് സഹിക്കല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ഇങ്ങനെ സഹിക്കുന്ന സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, പുതിയ തലമുറയുടെ പ്രതികരണമാണ് കല്യാണത്തിന് തയ്യാറല്ല എന്ന പ്രതിഷേധമെന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. അതവർക്ക് ചെയ്യാൻ പറ്റും, അത് അവരുടെ ജീവിതമാണ്. മതത്തിന്റെ നിയമം കൊണ്ട് മറികടക്കാമെങ്കിലും രാജ്യത്തിന്റെ നിയമം അവർക്ക് തുണയാകുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ സുരക്ഷിതത്വ ബോധം, ഇസ്ലാമല്ല. 8 വയസ്സിലും 10 വയസ്സിലും തോന്നുന്ന രീതിയിൽ തോന്നുന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന സമ്പ്രദായം രാജ്യത്തിന്റെ നിയമം മാറിയത് കൊണ്ട്, നടക്കാത്തത് കൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ പള്ളിക്കൂടം കാണാൻ തുടങ്ങിയതാണ്. ആ വിവാഹപ്രായം പടിപടിയായി 18ലേക്കും പിന്നെ 21ലേക്കും എത്തുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ മുമ്പിൽ പഠനത്തിനുള്ള സൗകര്യങ്ങൾ തുറന്നു വെക്കപ്പെടുകയാണ്. അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ ലോകം മനസ്സിലാക്കുന്നു, വിവരം ഉണ്ടാവുന്നു, വിദ്യാഭ്യസിക്കുന്നു, നാട് കാണുന്നു, മറ്റു മനുഷ്യരെ കാണുന്നു, അവർക്ക് അവരെക്കുറിച്ചുള്ള ആത്മാഭിമാനം ഉണ്ടാകുന്നു, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. അപ്പോഴാണ് ഇത്തരം പ്രതികരണങ്ങൾ. ഈ വിടുവായത്തം പറഞ്ഞ് ഈ വേശ്യ എന്ന് വിളിച്ച് നടക്കുന്ന മൊലിയന്മാര്, ഈ മനോനിലയുള്ള, ഈ ചങ്ങാതിക്ക് ജയ് വിളിച്ച് കമന്റ് എഴുതുന്ന മനോനിലയുള്ള പുരുഷന്മാരുമായിട്ട് വിവാഹബന്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് മുസ്ലിം പെൺകുട്ടികൾ നിലപാടെടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഷേധം ഇതിന് വരാനുമില്ല. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ തുല്യ അന്തസ്സുള്ള വ്യക്തികളായിട്ട് പരിഗണിക്കാൻ നിങ്ങളുടെ മതനേതാവ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ, മുസ്ലിം യുവതയുടെ മുമ്പിൽ, യുവാക്കളുടെ മുമ്പിൽ അവരുടെ ഡിഗ്നിറ്റിയെ, അന്തസ്സിനെ, അഭിമാനത്തെ വകവെച്ചു കൊടുക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നതല്ലാത്ത ഒരു മാർഗവും നിങ്ങളുടെ മുമ്പിലില്ല. കല്യാണത്തിന് തയ്യാറാവുന്ന പെൺകുട്ടികൾ പോലും ഭർത്താവിൻ്റെ, കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ മതം എത്രത്തോളം ഉണ്ട് എന്ന് അളന്നിട്ടാണ് കല്യാണത്തിന് സമ്മതിക്കുന്നത്. അവരുടെ നിബന്ധനകൾ നേർക്കുനേർ ഭർത്താവിനോടോ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളോടോ വിളിച്ചു പറയാവുന്ന പക്വതയിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചില കണ്ടീഷൻ ചെയ്യപ്പെട്ട, അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഈ തരം പ്രശ്നത്തിൽ ഒന്നുമില്ലാത്ത പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചില സ്ത്രീ സിംഹങ്ങൾ, പെൺരത്നങ്ങൾ ഇറങ്ങിയിട്ട് മുസ്ലിം പെൺകുട്ടികളൊക്കെ ഏറ്റവും സുരക്ഷിതരാണ്, പർദ്ദ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ വസ്ത്രമാണ് എന്ന് ന്യായീകരിച്ച് നടക്കുന്ന പല വക്കീലന്മാരെ നമ്മൾ കാണും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അവർ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ മൊലിയാരെ പോലെ. കാരണം അവരെ വേദിയിലേക്ക് വിളിക്കും, അവർ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കും, ഇവർക്ക് ബാക്കിൽ കൂടി 5000-10,000 കൊടുക്കും, ബിരിയാണിയും കൊടുക്കും, ഓര് പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വേറെ രക്ഷയൊന്നുമില്ല. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താ അറിയോ? മരിച്ചു കഴിഞ്ഞാൽ ആകെ ബാക്കിയാവുന്നത് പാൻറ് ഷർട്ട് ഇടാതെ പർദ്ദട്ട് നടന്നിരുന്ന പെൺകുട്ടികളുടെ പ്രാർത്ഥനയാണ് എന്നാണ് മൊലിയര് പറഞ്ഞത്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധി, മക്കളെ വളർത്തുന്ന പ്രതിസന്ധി, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് ഡോക്ടർ ഇട്ടാ. അതുകൊണ്ടൊന്ന് കേട്ടോളി. പെൺകുട്ടികളെ കാണാൻ ഒരു പെണ്ണിന്റെ കോലല്ലല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഒരു ഭംഗിയുള്ള കുട്ടിനെ കാണൂല, എന്തോ ഒരു കോലം. ആൺകുട്ടിനെ കാണാനാണെങ്കിൽ പെണ്ണിന്റെ കോലം, താടിയുമില്ല, മീശയില്ല, ഓൻ കൊറിയൻ, പെൺകുട്ടി കൊറിയൻ.
വേഷവിധാനങ്ങളെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ മീശയും പഠിച്ച് താടിയും വെട്ടി ഒതുക്കാതെ നീട്ടി വലുതാക്കി അതിമ കുറെ മൈലാഞ്ചിയും പൊത്തിയ ഭയങ്കര ചേലായി. ഇത് നമ്മൾ പറഞ്ഞാലോ ബോഡി ഷെയ്മിങ് ആയി. മനസ്സിലായോ? മുസ്ലിം പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്തെങ്കിലും മുടി വെട്ടുകയോ വളർത്തുകയോ താടി നീട്ടുകയോ വടിക്കുകയോ ചെയ്താൽ ഇവർക്ക് എന്തും വിളിച്ചു പറയാം. എന്നാൽ ഇവർ ഈ കോലം കെട്ടുന്നത് 6-ാം നൂറ്റാണ്ടിൽ അന്ന് കെട്ടിയ കോലം ഇന്നും കെട്ടണം എന്ന് പറഞ്ഞിട്ട് അത് കിതാബ് തപ്പി നോക്കി അതിൻ്റെ നീളവും വാലും വീതിയും അളവും ഒക്കെ എടുത്ത് വിടുന്നിട്ട് ഇവരുടെ താടിയും മുടിയും മീശയും കണ്ണിൽ പിന്നെ എന്താണ് ആ സാധനത്തിൻ്റെ പേര് അറിയണവരെഴുത് സൂർമയ ഇതൊക്കെ വരച്ച് നടന്ന ഭയങ്കര കോലായി. നമ്മൾ പറഞ്ഞ പ്രശ്നം ഇവർക്ക് പിന്നെ എന്തും പറയാം. കാരണം മുസ്ലിം പെൺകുട്ടികളെയല്ലേ, ചോദിക്കാനും പറയാനും ആരും വരില്ല. എന്നിട്ടോ 10ാം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മോനെ നീ +1ഉം +2 ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി? ഉടനെ ആൺകുട്ടി പറയും പോണം എങ്ങട്ട്, ഒന്നുകിൽ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അല്ലെങ്കിലോ ബാംഗ്ലൂര്, മൈസൂർ. അപ്പൊ നാട്ടിൽ ശരിയാവില്ല. എന്താ ഇവിടെ ശരിയല്ല? ഇവിടെ എന്താ ശരിയില്ലാത്ത? ബാപ്പ നിയന്ത്രിക്കും, ഉമ്മ നിയന്ത്രിക്കും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നീ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക് ഇങ്ങനത്തെ ഇഷ്ടം. ഇവിടെ കാറ്റൂല, ഹോസ്റ്റൽ ദൂരെ. അപ്പൊ ഇങ്ങനെ നടക്കാം. എങ്ങട്ടാ നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ടാണ്? എങ്ങട്ടാ ജി പറഞ്ഞു പോണത്? കുട്ടികൾ പോകും. കാരണം എന്താ, ഇത് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ഈ സാമൂഹ്യ ശാസ്ത്ര ഡോക്ടർക്ക് പോലും തിരിഞ്ഞിട്ടില്ല. ഈ കൗൺസിലിംഗ് വിദഗ്ധന് പോലും തിരിഞ്ഞിട്ടില്ല ഈ കുട്ടികളുടെ അവസ്ഥ എന്താന്നുള്ളത്. ഇപ്പോഴും മോല് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന പരാതി, അതിൽ ഓലെ കുറ്റപ്പെടുത്തല്, എന്നിട്ട് രക്ഷിതാക്കളെ കുറ്റം പറയാ. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സ്വഭാവം നാക്കും നന്നല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മതത്തിന്റെ കുണം കൊണ്ടാണ് ഇവർ പുറത്തു പോകുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. മുസ്ലിം പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കാത്തതിന്റെ കാരണം ഇസ്ലാമിന്റെ ഫിഖ്ഹാണ് എന്ന് തിരിച്ചറിയാത്ത മൗലിയമാരും ഇതേപോലത്തെ ഡോക്ടർമാരുമാണ് ഇസ്ലാമിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്നത് ഇവിടെ. പിന്നെ നമ്മുടെ ബാസിലിക്കാനെ പോലെയുള്ള കുറച്ച് പ്രബോധകരും നല്ല കോലം. നമുക്ക് ജീവിതത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയുക, ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത്, ഭീഷണിയുള്ളത് മക്കളെ വളർത്തലിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബം എന്ന ഈ ആശയത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ചില വഴികൾ, ആ വഴികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും നല്ല വഴി പറഞ്ഞു തരാൻ അറിയുന്ന കേരളത്തിലെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ ഇന്നിപ്പോൾ ഇദ്ദേഹമുള്ളൂ. ഇദ്ദേഹം പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ മതി, ഒക്കെ കൊഞ്ഞാട്ടായി തരും. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി പറഞ്ഞു കൊടുക്കാൻ വന്ന ഡോക്ടറാണ്. മുന്നിലിരിക്കുന്ന പെൺകുട്ടികളെയും ഉമ്മമാരെയും അവരെ മക്കളെയും 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഇതേ നിങ്ങളെയൊക്കെ കുട്ടികളെ കുറിച്ചാണ് പണ്ട് മുഹമ്മദ് നബി വേശ്യ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അന്തസ്സില്ലാത്ത ഉളുപ്പുകെട്ട വർത്താനം പറഞ്ഞിട്ട് ഈ ചങ്ങാതി കുടുംബം എങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ കോലത്തിൽ കുടുംബം കൂടി കൊണ്ടുപോയാൽ നല്ല മട്ടം ഉണ്ടാവും, നല്ല ചേലായിക്കും. ഒന്ന് പരീക്ഷ വയ്ക്കുകയുള്ളൂ. മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും ഈ ജീവിതത്തിൽ ഒരു ഇസ്ലാമികത ഇല്ലാതെ പോവുകയും ചെയ്യുക വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നം. അവിടെ നിന്നുകൊണ്ടാണ് കുടുംബം എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതെ, ഇസ്ലാമില്ലാതാവുന്നു എന്നുള്ള ബേജാറ് നിന്നുകൊണ്ട്, ഇസ്ലാമില്ലാതെ മക്കൾ വളരുന്നല്ലോ എന്ന ബേജാറിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക കുടുംബം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ചർച്ചിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾ ഓസ്ട്രേലിയയിലും കാനഡയിലും പോകും, ബാക്കിയുള്ളവർ ബാംഗ്ലൂരിലും ഡൽഹിയിലും ഹോസ്റ്റലിലേക്ക് പെൺകുട്ടികളും പോകും. മൂലിയർ കുട്ടികൾ, ദർസ് പഠിച്ച കുട്ടികളും താടിയിൽ മൈലാഞ്ചിട്ട് കിടക്കുന്ന കാക്കാന്മാർക്ക് രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കല്യാണത്തിന് തന്നെ പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിക കുടുംബജീവിതത്തിന് ഏതാണ്ട് ഒരു തീരുമാനമാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചോളി. എല്ലാ കുടുംബങ്ങളിലും ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഓരോരോ ക്ലാസ് കൊടുത്താൽ ആ കുടുംബത്തിലുള്ള പെൺകുട്ടികൾ തൽക്കാലം രക്ഷപ്പെടും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം കുട്ടികളത് കേട്ട് സഹിച്ചിരിക്കുമെങ്കിലും ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ അറിയാവുന്ന പെൺകുട്ടികളാണ്.
ഇന്നത്തെ കാലത്തുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനോടൊന്ന് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം വേറെ ആരും പ്രതികരിക്കൂല. ആ വീഡിയോൻ്റെ താഴെ ഞാൻ പോയി കമൻറ്റ് വായിച്ചിട്ട് ഒരു അറബിക് പേരിലുള്ള ഒരാൾ പോലും എന്ത് വൃത്തികേടാണ് ചങ്ങായി പറയുന്നത് മുന്നിലിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് എന്ന് പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ, ഇസ്ലാമിക കുടുംബ നിയമങ്ങൾക്കകത്ത് ജീവിക്കുന്നതിൻ്റെ ദുരവസ്ഥ എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് അവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവട്ടെ, അവർക്ക് പ്രതികരിക്കാൻ കഴിയട്ടെ, അവരുടെ വ്യക്തിത്വവും അന്തസ്സും അവരുടെ എന്താ പറയുക, അവർ ആത്മാഭിമാനമൊക്കെ ഉയർത്തിപ്പിടിച്ച് പുറത്തു വരാനും പ്രതികരിക്കാനും സ്വന്തം നിലക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും മുസ്ലിം പെൺകുട്ടികൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവരോട് പൂർണ്ണമായി ഐക്യപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള വിടുവായത്തരം പറയുന്ന ആൾക്കാരോടുള്ള പ്രതിഷേധം ശക്തമായി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരിത്തിരി നേരത്തെ നിർത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് പറയുന്നു? ആറാം ക്ലാസ്സുകാരൻ പറയട്ടെ, ഡോക്ടർ അവിടെ നിൽക്കട്ടെ എന്നാണ്. ഇതുപോലത്തെ ഡോക്ടർമാരൊക്കെ LKG കുട്ടികളെ മുന്നിൽ പോയി പെടരുതെന്ന് പറഞ്ഞു കൊടുത്തോളുണ്ട് റിസർച്ച്. ഇനി ഇത്രയൊക്കെ ദീന് പറയാൻ വന്ന മൊയ്ലിയാർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുന്നിലിരിക്കുന്ന പെണ്ണുങ്ങളെ നോക്കിയിട്ടാണ് ഈ വിടുവായത്തെ മൊത്തം പറയണത്. സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ട്, അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ ചങ്ങാതി ഈ വിടുവായത്തെ മൊത്തം വിളിച്ചു പറയണമെന്ന് ആലോചിക്കണം. അന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അപ്പൊ അത് കുഴപ്പമില്ല, അത് ഡോക്ടർക്കും ഉസ്താദ്മാർക്കും ആവാം എന്നാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ എത്ര പേരുണ്ട്, ചെയ്യാതെ കാണുന്നവർ എത്ര പേരുണ്ട് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ടോം സി, സാം, മുഹമ്മദ് റാഫി, നിങ്ങളുടെ സപ്പോർട്ടിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. ചാറ്റ് ബോക്സിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുറെ ദിവസമായിട്ട് ഹുദൈബിയ സന്ധിയാണ് അത് എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നീ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞ് വന്ന് അതിൻ്റെ മുകളിൽ വീണ്ടും നാറാൻ നിൽക്കരുത് എന്നതൊക്കെ മുന്നറിയിപ്പ് കൊടുത്താണ്. എന്തായാലും അബ്ദുള്ള ബാസിലിനെ നമ്മൾ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞു, നമ്മൾ പുറത്തിറക്കി. അബ്ദുള്ള ബാസിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് തോട്ടത്തിൽ കയറി ഒളിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അത് സാധൂകരിക്കും വിധമാണ് തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും എന്ന സൂചനയാണ്. അതുകൊണ്ട് ഇനി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നല്ല കുട്ടിയായിട്ട് സൂറത്തു തൗബയൊക്കെ വിശദീകരിച്ചെടുത്ത് നമ്മൾ സൂറത്തു തൗബയിൽ അവർ വിശദീകരിക്കുന്നതും അവരുടെ ന്യായവാദങ്ങളും കൃത്യമായി പരിശോധിച്ച് മറുപടികളുമായിട്ട് ഉടൻ തന്നെ വരും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്ദുള്ള ബാസിനും സംഘവും പറഞ്ഞിരുന്ന മറ്റൊരു നുണ അതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ സൂറത്തു തൗബയുടെ പശ്ചാത്തലം വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവർ മറുപടിയൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു, അത് ഉടനെ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ഷൂട്ട് ചെയ്തതാണ് ഈ വീഡിയോ. ഏതാണ്ട് ഒരു 3-4 ദിവസം മുൻപ്, പരമാവധി 2-3-4 ദിവസം മുൻപാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും അതിനു മുൻപ് സൂറത്തു തൗബയിൽ നടത്തിയ തിരുമറിയെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നില്ല എന്നും നമുക്ക് അവരുടെ ഈ പുതിയ വീഡിയോ കൊണ്ട് വെളിവായിട്ടുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് അബ്ദുള്ള ബാസിലിന് ലിയാക്കത്ത് ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുകൂടി തെളിയിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ലിയാക്കത്തിന്റെ വാദങ്ങൾ ഒറ്റയ്ക്കെടുത്ത് മറുപടി പറയാനും അബ്ദുള്ള ബാസിലിന് ഇതുവരെ കഴിയില്ല എന്നതിന്റെ തെളിവാണ്. അബ്ദുള്ള ബാസില്, ജാമിദ, ആരിഫ് എല്ലാവരുടെയും ഫോട്ടോ അതിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട്, ഇനി വേണമെങ്കിൽ ബാക്കിൽ നിങ്ങൾ വേറെ ആൾക്കാരോട് വെച്ചോളി, ഇവരെ പല ആളുകളെയും മുന്നിൽ നിർത്തി കവചമാക്കി നിർത്തിക്കൊണ്ടല്ലാതെ ലിയാക്കത്ത് പറഞ്ഞ വാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അബ്ദുള്ള ബാസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ലിയാക്കത്ത് എന്ന് പറയാൻ പോലും അബ്ദുള്ള ബാസിൽ മനസ്സ് വെക്കുന്നില്ല. പക്ഷെ നമ്മള് ശുക്ർ അരിക്കോടിന് ലിയാക്കത്ത് എന്ന് പറയാനായിട്ട് സഹിക്കുന്നില്ല. എന്തിനാണ് നിങ്ങൾ 4 പേരും 5 പേരുടെ ഫോട്ടോയും പിന്നെ നിങ്ങൾ 3-4 പേരും? ഞാൻ ഒരാൾ ഇവിടെ കുത്തിയിരുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയണോ,
എൻ്റെ വീഡിയോ നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ 8 മിനിറ്റോ കേൾപ്പിച്ച് മറുപടി പറഞ്ഞോ. ഞാൻ ഒരു കോപ്പിറൈറ്റിന്റെ സ്ട്രൈക്കുമായിട്ടും MM അക്ബറിന്റെ ചീഞ്ഞ ഏർപ്പാടുമായിട്ട് വരൂല. ഷുക്കൂർ വരിക്കോടനെ പോലെ വീഡിയോ പിൻവലിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ബേജാറ്? ഞാൻ പറഞ്ഞത് ഇതാണ് ലിയാഖത്ത് പറഞ്ഞത്. കേൾപ്പിക്കേ, എന്നിട്ട് അതിനോട് പ്രതികരിക്കേ. അതല്ലേ അന്തസ്. അതിന് പകരം 3 ആൾ വട്ടത്തിൽ ഇരുന്നിട്ട് എന്തോ ഞഞ്ഞാ പിഞ്ഞാ പറയാം. നിങ്ങൾ കരാറും യുദ്ധവും കൂട്ടിക്കുഴച്ചാലൊന്നും സൂറത്ത് തൗബയും ബക്കറയും കൂടെ കൂട്ടിക്കെട്ടിയാലൊന്നും രക്ഷപ്പെടുന്ന കുരുക്കല്ലാതെ. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലെ നിങ്ങൾ 3 പേര് ഇരുന്ന് 40 മിനിറ്റോളം എടുത്ത് നടത്തിയിട്ടുള്ള അസിമെട്രി വൃത്തിയാക്കി എടുക്കാൻ, അടുക്കും ചിട്ടയാക്കി വെക്കാൻ കുറച്ച് സമയം എടുക്കും. തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ട്. ഹുദൈബിയ സന്ധി എന്നത് അബ്ദുള്ള അബ്ബാസിലിന്റെ ഈ വിഷയത്തിൽ അടുത്ത കുരുക്കിലേക്ക് പോവുകയാണ്. പിന്നെ ബക്രയിലുള്ളത് ഏത് യുദ്ധം എന്നാ പറഞ്ഞ, തബൂക്ക് യുദ്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. എന്തായാലും പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള തബരിയുടെ ഇംഗ്ലീഷ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അമാനി മൗലവിന്റെ തഫ്സീറും വേറെ ഏതോ സുന്നി തഫ്സീറൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഏത് തഫ്സീർ എടുത്താലും ഒരേപോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കേട്ടിട്ടില്ല, അത് മുഴുവൻ കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. മുഴുവൻ കേട്ട് കൃത്യമായ മറുപടി പറയും. എങ്ങനെയാണ് നമ്മൾ വിഷയത്തിൽ നിൽക്കുക. സൂറത്തു തൗബ എടുക്കുക, കരാർ എടുക്കുക, ചർച്ച ചെയ്യാം. ഏതാണ് കരാറ്, ഏതാണ് സന്ദർഭം. ആ വീഡിയോയിൽ ഇരുന്നിട്ട് ഏതാണ് കരാറ് എന്ന് ചോദിച്ച് പരിഹസിക്കാനാണ്. കരാറ് ചോദിക്കും, ഇനിയും ചോദിക്കും. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടും. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യം, ഈ കരാർ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചപ്പം അത് ഹുദൈബിയ സന്ധി ആണോ എന്ന് ഞാൻ ചോദിക്കുന്നതിനോട് നമ്മുടെ ഷജീർ പുളിക്കൽ പറഞ്ഞ മറുപടി നിങ്ങൾ ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ട് ഹുദൈബിയ സന്ധി ഒന്നും തൗബയിൽ കൂട്ടിക്കെട്ടാൻ കഴിയില്ല. തബൂക്ക് യുദ്ധത്തെ സൂറത്ത് ബക്കറയിലെ 191 ജംഅ ചെയ്യാൻ കഴിയില്ല. അബ്ദുള്ള അബ്ബാസിലെ മറുപടി വിശദമായിട്ട് പറയും. കുറേ കാര്യങ്ങൾ ഒന്നിച്ചിട്ട് കൊട്ടി ഇളക്കി ഹലാക്കാക്കി വിശ്വാസികളെ കൺഫ്യൂഷൻ ആക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ നെല്ലും പതിരും വേർതിരിച്ച് കൃത്യം വചനങ്ങളും സന്ദർഭവും സാഹചര്യവും വിശദീകരിച്ച് വൃത്തിയായി മറുപടി തരും. അതുകൊണ്ട് നിങ്ങൾ വിഷയത്തിൽ അപ്പോഴും നിൽക്കണം, അക്ഷരത്തെറ്റ് പിടിച്ച് പോകരുത് എന്നാണ് എനിക്ക് അബ്ദുള്ള അബ്ബാസിനോടും കൂട്ടരോടും പറയാനുള്ളത്. അത് നമ്മൾ വേറെ വിഷയമാണ്, അതിലേക്ക് വരാം. അപ്പം എന്തായാലും ഇന്നത്തേക്ക് നിർത്തുകയാണ്. നാളെ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.